أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاذكروني أذكركم واشكروا لي ولا تكفرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഇപ്പോൾ ശ്രവിച്ച വിശുദ്ധ ഖുർആൻ സൂക്തത്തിൻ്റെ അർത്ഥം പ്രകാരമാകുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും അനുഗ്രഹം ചെയ്യുന്നവനായിരിക്കെ നിങ്ങളെന്നെ സ്മരിക്കുവിൻ, ഞാൻ നിങ്ങളെയും സ്മരിക്കാം. എന്നോട് കൃതജ്ഞത കാണിക്കുവിൻ, എന്നോട് നന്ദികേട് കാണിക്കരുത്. സൂറ ബഖറ 153 വചനം. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സയ്യിദുനാ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദിക്ർ എന്നാൽ ഓർമ്മിക്കുക, സ്മരിക്കുക എന്നാണ് അർത്ഥം. എന്നാൽ എല്ലാ ഓർമ്മകളും ഒരേപോലെയല്ല, അവയ്ക്ക് വ്യത്യസ്ത തലങ്ങളുണ്ട്. ഒന്ന്, ഒരാൾക്ക് കഴിവില്ലാത്ത സാഹചര്യത്തിൽ അയാളുടെ ഓർമ്മ എന്നത് വെറും ആഗ്രഹമോ അപേക്ഷയോ മാത്രമായിരിക്കും. ഉദാഹരണത്തിന്, ദൂരെയുള്ള ഒരു ബന്ധുവിനെ ഒരാൾ ഓർക്കുന്നത് അദ്ദേഹത്തെ തിരികെ വിളിക്കാൻ തനിക്ക് ശേഷിയില്ലാത്തതിനാൽ ഒരു അപേക്ഷ മാത്രമാണത്. അതുപോലെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് അമ്മയെ ഓർത്ത് കരയുന്നത് ആ മാതാവ് അരികിൽ വരാനുള്ള വെറുമൊരു ആഗ്രഹം മാത്രമാണ്. രണ്ടാമത്തേത്, കുഞ്ഞ് അല്പം വളർന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ ആ മാതാവിനെ ഓർക്കുന്നത് വെറും ആഗ്രഹത്തിൽ ഒതുങ്ങില്ല. അവൻ ആ ഉമ്മയെ കണ്ടെത്താനായി, ആ മാതാവിനെ കണ്ടെത്താനായി പ്രായോഗികമായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ തരം എന്ന് പറയുന്നത്, ഒരു രാജാവ് തൻ്റെ പ്രജകളിൽ ഒരാളെ ഓർക്കുമ്പോൾ അത് ഒരു അപേക്ഷയല്ല, മറിച്ച് അതൊരു വലിയ ശക്തിയാണ്. ആ ഓർമ്മയിലൂടെ അദ്ദേഹം മറ്റൊരാളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. ചുരുക്കത്തിൽ, ഒരു എളിയവൻ വലിയവനെ ഓർക്കുന്നത് തന്നെ അരികിലേക്ക് വിളിക്കാനുള്ള അപേക്ഷയാണ്. എന്നാൽ വലിയവൻ എളിയവനെ ഓർക്കുന്നത് അവനെ അടുത്തേക്ക് വിളിക്കലാണ്. ഇതിൻ്റെ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ സ്വർഗവാസികളെക്കുറിച്ച് പറയുന്ന ഈ സൂക്തത്തിലുണ്ട്. വലക്കും ഫീഹ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹ മാ തദ്ദഊൻ. നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും നിങ്ങൾ ആവശ്യപ്പെടുന്നതും അവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഹാമീം സജിദ 32 വചനം. ഇവിടെ ആഗ്രഹം എന്നത് ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അവിടെ ആഗ്രഹം ജനിക്കുമ്പോഴേക്കും അള്ളാഹു അത് നിറവേറ്റാനുള്ള സാഹചര്യമൊരുക്കുന്നു. ഭൗതിക ലോകത്ത് ഒരു രാജാവ് നിങ്ങളെ ഓർക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് ഉടൻ അദ്ദേഹത്തെ കാണാൻ ഓടും. കാരണം പോയില്ലെങ്കിൽ അത് ആപത്താണെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ആ ഓർമ്മയിൽ വലിയൊരു ആകർഷണ ശക്തിയുണ്ട്. അള്ളാഹുവിൻ്റെ ഓർമ്മയ്ക്കും ഇതുപോലെ വലിയ അർത്ഥങ്ങളുണ്ട്. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയും എന്നെ ഓർക്കുകയും എൻ്റെ സാമീപ്യം ലഭിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും എന്ന് അള്ളാഹു പറയുന്നു. അതായത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആകർഷിക്കപ്പെടുകയും അവൻ്റെ സാമീപ്യത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യും. ലോകത്തിലെ ഒരു സാധാരണ രാജാവ് പോലും ഒരാളെ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ അയാളുടെ പേര് ഉരുവിടുക എന്നതല്ല അർത്ഥം. അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങളെ ഓർക്കുന്നു എന്നതിന് അവൻ നിങ്ങളുടെ പേര് ജപിക്കുന്നു എന്നർത്ഥമില്ല. അറബിയിൽ അമീറുൽ മുഅ്മിനീൻ യദ്കുറുക്, അമീറുൽ മുഅ്മിനീൻ നിങ്ങളെ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉടൻ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഹാജരാകണമെന്നാണ്. അതിനാൽ ഫദ്കുറൂനി യദ്കുറുക്കും എന്നതിൻ്റെ സാരം, നിങ്ങൾ എൻ്റെ സാമീപ്യം ലഭിക്കാൻ പൂർണ്ണമായി പരിശ്രമിക്കുക. നിങ്ങളുടെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സാമീപ്യം നൽകി അനുഗ്രഹിക്കും. മനുഷ്യൻ്റെ ദൈവസ്മരണ സാധാരണയായി 3 വിധത്തിലാണെന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ഒന്ന്, നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നത്. ഉദാഹരണത്തിന്, പാപം ചെയ്യാൻ പ്രേരണയുണ്ടാകുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു എന്ന് പറയുക. വല്ല ആപത്തോ മുസീബത്തോ ഉണ്ടാകുമ്പോൾ ഇന്നാലില്ലാഹ്, തീർച്ചയായും നാം അള്ളാഹുവിനുള്ളവരാണ് എന്ന് പറയുക. സന്തോഷകരമായ വാർത്ത ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് പറയുക. രണ്ടാമത്തെ തലം, മറ്റൊരാൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്കായി പ്രാർത്ഥിക്കുകയും
അതോടൊപ്പം തന്നെ അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് തൻ്റെ കൃപയാൽ നമ്മെ രക്ഷിച്ചതിന് അള്ളാഹുവിന് നന്ദി പറയുകയും ചെയ്യുക. മൂന്നാമത്തെ വിധം അള്ളാഹുവെക്കുറിച്ച് സംസാരിക്കുക. അതായത് സദസ്സുകളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും കൃപയെയും കുറിച്ച് ചർച്ച ചെയ്യുക. ശത്രുക്കളുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകുക. അവൻ്റെ നാമത്തിൻ്റെ മഹത്വം സ്ഥാപിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിക്കുക. ഇതിലൂടെ താഴെ പറയുന്ന ഫലങ്ങളുണ്ടാകുന്നു. 1. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട ഗുണങ്ങൾ, സിഫത്തുകൾ മനുഷ്യ ഹൃദയത്തിൽ പതിയുന്നതാണ്. 2. ആ ഗുണങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ എക്കാലവും നിലനിൽക്കുന്നതാണ്. 3. മനുഷ്യൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ആ ദൈവിക ഗുണങ്ങൾ പ്രകടമാകുന്നതാണ്. കൂടാതെ ദിക്ർ എന്ന വാക്കിന് ആദരവ്, പ്രശസ്തി എന്നീ അർത്ഥങ്ങൾ കൂടിയുള്ളതിനാൽ അദ്കുർക്കും എന്നതിന് ഇങ്ങനെയൊരു അർത്ഥം കൂടിയാകാം. മുസ്ലിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയും അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് ഈ ലോകത്ത് ആദരവും പ്രശസ്തിയും നൽകി അനുഗ്രഹിക്കും. അതോടൊപ്പം പരലോകത്ത് തൻ്റെ അനശ്വരമായ സാമീപ്യം കൊണ്ട് അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. അനന്തരം അള്ളാഹു അരുൾ ചെയ്യുന്നു, വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക. അതായത് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നു എന്നതിൽ മാത്രം സംതൃപ്തരാകരുത്. മറിച്ച് അള്ളാഹു മുൻപ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിരന്തരം നന്ദി പ്രകടിപ്പിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ കർമ്മങ്ങളും ആരാധനകളും അള്ളാഹു നിങ്ങൾക്ക് നേരത്തെ നൽകിയ ആ അനുഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകണം. വലാ തക്ഫുറൂൻ, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണരുത്, നന്ദികേട് കാണിക്കരുത്. ഹദീസുകളിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞു, പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന്. സ്ത്രീകൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്താണതിന് കാരണം? അവിടുന്ന് അരുൾ ചെയ്തു, നിങ്ങളിൽ നന്ദികേട് എന്ന രോഗം കൂടുതലായി കാണപ്പെടുന്നു എന്നതാണ് അതിന് കാരണം. ബുഖാരി കിതാബുൽ ഈമാൻ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവ ഉപയോഗിക്കേണ്ട ഉചിതമായ സ്ഥാനത്തോ സാഹചര്യത്തിലോ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് നന്ദികേട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു നമുക്ക് കാതുകൾ നൽകിയത് റഹ്മാനായ തമ്പുരാൻ്റെ വചനങ്ങൾ കേൾക്കാനാണ്. എന്നാൽ ആളുകൾ അവ പാപകരമായ കാര്യങ്ങൾ കേൾക്കാൻ ഉപയോഗിക്കുന്നു. കണ്ണുകൾ നൽകിയത് അറിവും ജ്ഞാനവും നേടാനാണ്. എന്നാൽ ചിലർ അവ ഉപയോഗിച്ച് മറ്റവന് ഇത്രയധികം സമ്പത്ത് എങ്ങനെയുണ്ടായി എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ മറ്റ് അവിഹിതമായ കാര്യങ്ങൾക്കായി കണ്ണുകളെ ഉപയോഗിക്കുന്നു. അതുപോലെ നാവ് നൽകിയത് നല്ല കാര്യങ്ങൾ സംസാരിക്കാനും ദൈവസ്മരണക്കുമാണ്. എന്നാൽ ആളുകൾ അതിനെ ചീത്ത വിളിക്കാനും പരദൂഷണം പറയാനും നുണ പറയാനുമായി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിന്ദിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു കൽപ്പിക്കുന്നു, നിങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങളെ വിലമതിക്കുക. ഞാൻ നിങ്ങൾക്ക് നൽകിയ ദാനങ്ങളെ ആദരവോടെ നോക്കിക്കാണുകയും ആ അനുഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. അവ തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അപമാനിക്കരുത്. ഈ ആയത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.